7 days 7 എഗ് റെസിപ്പിയിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് പെപ്പർ ഫ്രൈ ആണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിതെന്താ പറയുന്നതെന്ന്. വേറൊന്നുമില്ലെന്നേ, മുട്ട വെച്ച് ഒരു 7 ദിവസം ഒരു സീരീസ് തന്നെ അങ്ങ് ആയാലോ എന്ന് കരുതി. ഓരോ ദിവസം ഓരോ റെസിപ്പി. ഇനി നമുക്ക് മുട്ട പുഴുങ്ങാനായി വെക്കാം. ഇത് പുഴുങ്ങി വരുന്ന സമയം കൊണ്ട് ഇതിൻ്റെ മസാല നമുക്ക് റെഡിയാക്കാം. കുരുമുളക്, ജീരകം, പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചൂടായ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇതേപോലെ മുറിച്ച് നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. നമ്മുടെ ഈ പെപ്പർ മസാല നമ്മുടെ മുട്ടയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം 2 സൈഡും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ക്വിക്ക്, ഈസി ആൻഡ് ഡെലീഷ്യസ് ആയിട്ടുള്ള എഗ് പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം നിങ്ങളും വേഗം പോയി ട്രൈ ചെയ്തോളൂ. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുതേ. താങ്ക്